ചേച്ചി ഏറ്റവും വലിയ നല്ല ഗ്രാഫിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പം ഡ്യൂഡ് എന്ന സിനിമയിലേക്ക് ട്രെയിലർ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡ് പോലെ, ഒരു സ്ഥലം പോലെ ഫീൽ ചെയ്താൽ ട്രെയിലർ കാണുമ്പോഴും നിങ്ങളെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴും ഡ്യൂഡ് എങ്ങനെ ഉണ്ടാവും ശരിക്കും? ഈ പറഞ്ഞ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കരമായിട്ടും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആദ്യം തന്നെ തമിഴ് സിനിമയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഡൂഡിന് മുന്നേ ഞാൻ ഇരണ്ടുവാനും ജനനായകൻ ഈ 2 സിനിമകളിലും ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡൂഡിലേക്ക് കയറിയപ്പം ഒരു ഭയങ്കര എന്താ പറയുക ഫ്രീഡം കിട്ടി. എല്ലാ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ എൻ്റെ ക്യാരക്ടറിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു ഡെപ്തും ഒക്കെ കവർ ചെയ്യാൻ പറ്റി. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രദീപ് സർ ആൻഡ് കീർത്തി സർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഏതൊരു ആക്ടേഴ്സിനോട് ചോദിച്ചാലും അവർ പറയുന്ന കാര്യമായി ഒരു സ്ക്രീനിലെങ്കിൽ ഒരു ഷോട്ടിലെങ്കിലും ഇന്ന ആക്ടേഴ്സ് സൂര്യയുടെ കൂടെ, വിജയുടെ കൂടെ, മമ്മൂട്ടിയുടെ കൂടെ, മോഹൻലാലിന്റെ കൂടെ ഒരു ഷോട്ടിൽ ഇങ്ങനെ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ പോലും ഇല്ലാതിരിക്കത്തില്ല. അപ്പൊ താങ്കളെ സംബന്ധിച്ച് ഇപ്പൊ അതെല്ലാം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള മൊമെന്റ്സ്? എങ്ങനെ ഉണ്ടായിരുന്നത്? അയ്യോ ഭയങ്കരല്ലേ, ഈ പറഞ്ഞ പോലെ ഫാൻ ഗേൾ മൊമെന്റ്സ് ആയിരുന്നു. എല്ലാ ദിവസവും ഷൂട്ടിന് ചെല്ലുമ്പോഴത്തേനും ഞാൻ അവരെ ഇങ്ങനെ നോക്കിയിരിക്കും. അതായത് അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യും, അവരെങ്ങനെയാണ് സെറ്റിൽ ബിഹേവ് ചെയ്യുന്നത്, ഇൻ ആൻഡ് ഔട്ട്. ഇപ്പൊ ആക്ടിങ് ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും എങ്ങനെയാണ് അവര്. അപ്പൊ അതൊക്കെ കണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ളത് മാത്രമല്ല, നമ്മള് സ്ക്രീനിൽ കണ്ട് വളർന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പം ഇവരായിട്ട് നേരിട്ട് ഇടപെടുമ്പോ അവര് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുക. അതായത് ജസ്റ്റ് സ്റ്റാർഡം മാത്രമല്ല, അവര് ഭയങ്കര ഇൻ പേഴ്സൺ ഭയങ്കര സ്വീറ്റ് ആൻഡ് ഭയങ്കര ലൈക്ക് നമുക്ക് എന്താ കൂടുതൽ അഡ്മിറേഷൻ തോന്നും. അപ്പൊ എനിക്ക് അങ്ങനെയാണ് അവര്. ഒരാളെ എക്സ്പീരിയൻസസ് ചൂസ് ചെയ്യാൻ പറഞ്ഞ സൂര്യയാണെങ്കിൽ വിജയായിരിക്കും? അയ്യോ അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. രണ്ടുപേരെയും എന്താ പറയാ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അടിക്കണ സീക്വൻസ് ഉണ്ട്, അത് എത്ര ടേക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു? ടേക്ക് ഒക്കെ അത് പ്രദീപ് സാർ പറയുമോ എത്ര ടേക്ക്? എനിക്കൊന്ന് മാക്സിമം എല്ലാ സീനിലും അടി കൊടുക്കുന്ന എല്ലാ സീനിലും ഐ തിങ്ക് 1 or 2 മാക്സിമം അല്ലേ? 1 or 2 മാക്സിമം നമുക്ക് അങ്ങനെ 1 or 2. അതായത് നമ്മൾ റിഹേഴ്സൽ ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ചുമ്മാ വീശും. ടേക്കിന്റെ സമയത്ത് കുറച്ച് കൊടുക്കും. അത് കീർത്തി സാറ് പറഞ്ഞു എനിക്ക് റിയൽ ആയിട്ട് വേണം, എനിക്ക് അടി കൊടുക്കുന്നത് ഫീൽ ആവുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലേ? എനിക്ക് മമിതാനത്തോട് ചോദ്യം ചോദിക്കാനുണ്ട്. ആസ് എ മലയാളം പ്രൊഡ്യൂസർ, how was it working in a Malayalam setup versus a Telugu and a Tamil setup? Are you more comfortable over here or are you more comfortable over there? I know it's a very difficult answer. I know you would say no, definitely not sir. So I think for an actor എനിക്ക് തോന്നുന്നു അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ക്വാളിറ്റിയിൽ വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഏത് സെറ്റപ്പിനോടും ഏത് ക്യാരക്ടറിനോടും അഡാപ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഈസി ആയിരിക്കും. ഇപ്പം ഞാൻ മലയാളത്തിൽ ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിലും 2 സിനിമകൾ ചെയ്യുമ്പോൾ ആ 2 സെറ്റ് വേറെ വേറെ രീതിയിലായിരിക്കും. അവിടുത്തെ ഡയറക്ടേഴ്സിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ തന്നെ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ തരത്തിലും ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ ഭാഷ മാറുന്നു, ഭക്ഷണം മാറുന്നു, ക്ലൈമറ്റ് മാറുന്നു എന്നുള്ളതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു ക്ലീൻ സ്ലേറ്റോടെ നമ്മൾ എല്ലാ സിനിമയിലും ചെല്ലുമ്പോഴത്തേനും ഇറ്റ്സ് ദ സെയിം. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതുവരെ ടച്ച്വുഡ് എനിക്ക് എല്ലാ സെറ്റും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാ സെറ്റിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവരെ എന്നെ സപ്പോർട്ട് ചെയ്തു. തമിഴ് ചെല്ലുമ്പോഴാണെങ്കിലും തെലുഗു, നമ്മുടെ ഹൈദരാബാദൊക്കെ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോഴാണെങ്കിലും ഭയങ്കര വെൽക്കമിങ് ആണ് അവർ. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു ഘടകമാണ്. കുറേ ഡ്രീം റോൾസ് ഉണ്ട്. എന്താ പറയാ, ഐ തിങ്ക് എനിത്തിങ് ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്യാനായിട്ട് കൂടുതലും ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലാതെ നമുക്കായിട്ട് ആസ് ആൻ ആക്ടർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലുള്ള ക്യാരക്ടേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അത് ചെയ്യാൻ. താങ്ക് യു സർ. Pradeep sir. Yeah, actually your movies title are very different actually. Like Komali, okay, while then Love Today and Dragon. Now it's Dude, and also I think Love Insurance Company also is upcoming movie. So what's the reason of this different type of title also, and also the it's relatable to everyone. It's like movie. Komali title was set by Jayam Ravi sir.
I was searching for a title, nothing was working out. He only told it. From Love Today, I made sure like I wanted it to be in English also, so that it can be seen in all the languages. That was also one idea. And for each film, it is a different story. Like to arrive with the title. For Love Today, because it dealt with the current love situations, and also it was Vijay sir's title in Tamil. So we just thought it will also create some publicity since I was going in for the first time and all those things. And regarding Dragon, me and Ashwath figured it out. And Dude, he came up with this title only. When he narrated itself, he said, this film is Dude. Okay, Love Insurance Company also will be like this relatable movie. Love Insurance Company's title is, he also came like Kirtishwaran only, like he already had this title called Love Insurance Company. Love Insurance Company might not be a relatable film. It might be relatable in future, but because the film is based in future, so he has done a story that would be very relatable in 2-3 years maybe. So it will quite be a fantasy if we watch it now. Actually, you have a lot of kid fans also here in Kerala. Thank you. Because after seeing the Love Today and also the Dragon, especially the Dragon, the kids are like influenced like this. I will also in that also smoking also, you are continuously smoking, so every kid is like, okay, we can also do like that, no? Like every kid is asking. So don't you think that will influence on people like So kids? that's why we changed it in this movie. Like instead of smoking, you have a chocolate whenever you feel like smoking. Okay, so now it will be a trend actually. Yeah. You are giving our every people a trend actually. Your songs also, your movies also. All the best. And this movie also like huge hit also. Okay. Thank you, ma'am. Thank And you. thank you. And I would like to answer to the question, previous question that was asked to Mamita. Like sir asked, like how she is dealing with other language films and all. Even I had a doubt, like because the dialogues were huge. It had like lengthy 2-page, 3-page dialogues. She coming from Kerala, but she was very well prepared for each and every shot or each and every scene. When she comes to the set itself, she'll be very prepared with each and every word. She knows the meaning of it. She came to the rehearsals, we rehearsed. She is very sincere, professional and all those things. So I don't think language will be a barrier for Mamita, because she's working on it. She takes so much effort to memorize all the dialogues, so it doesn't look like it's coming from her brain and all. It's just flowing like that because she's so much prepared. Are you Balia fan in this movie? The phone flipping number. I'm a Balaya fan, yeah, Balaya sir fan. This phone flipping that Kirti told, like I have to take a lot of, I have to take chocolates a lot of times in this movie. So I just figured out a way that would be interesting. Then we applied it for the phone and everything. Then only we thought about, yes, Balaya also throws his phone and catches and all, no? Yeah. Huh? Oh, okay. Hello, sir. Hello. Hello, sir. Yes. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. Yeah, yeah. സാർ ഇപ്പൊ ചെയ്തു വന്നിരിക്കുന്ന ഈ ഒരു 4 മൂവീസ് എടുക്കുകയാണെങ്കിൽ ഒരു ലവ് ട്രാക്ക്, ഒരു ഫാമിലി, അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഇതിലാണോ സാറിന് ഇനി ഒരു ചാലഞ്ച് ആയിട്ട് ചെയ്യേണ്ട ഒരു റോള്, അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് വല്ലതും? After like I'll be doing that only. I'll be breaking the genre. It will be a conscious effort to shift my genre, and I'm also writing a film. So if at all that works out, I'll change the genre in my direction itself. Else I'll do a very different film, like how you expect, like not from my previous film. ടൈപ്പ് ഓഫ് ജോണർ, അതായത് ഇനിയിപ്പോ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ജോണറിലോട്ടാണ് കൂടുതൽ പോവാൻ? ത്രില്ലറാണോ? അങ്ങനെ ഏത് ജോണറാണ് നെക്സ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യം?
let it be a surprise, no? I just want it to be a surprise. I just want people to get surprised. Yeah. That's it. Sir, Struggle. Okay. ஐடி வேலை பார்த்து அப்புறம் நைட்டு வந்து ஸ்கிரிப்ட் எழுதி அந்த மாதிரி விஷயங்கள் இருந்தது. காமெடிக்கு அப்புறம் அந்த ரெமுனரேஷன் வாங்கி மந்த்லி கணக்கு போட்டு வாழ ஒரு ஸ்ட்ரகிள் இருந்தது. இப்போ நீங்க ஒரு ஸ்டார் ஆயிடுச்சு, அந்த இடத்துக்கு வந்து 200 கோடி பாடம் எல்லாம் அடிச்சு, இப்போ என்ன இப்போ struggle. இப்போ money wise I don't have any struggles. Obviously what and all struggle you said was that monthly wise இல்லை நான் ஆக்சுவலாக இயர்லி போடுவேன். ஏன்னா I had some money after I left IT. I had 1.5 to 2 years. In this 2 yearsல எப்படி இது இந்த காசு வச்சுட்டு I have to find films, so I'll plan things and all. And now I don't have any money problems. But if it'll be very bad if I say I have problems now, sir. I'm really grateful for what and all I have. It's wrong to say I'm suffering, I'm facing this problem. No, sir. Audience have given me so much love. I don't think I can complain anymore. It is the problems that I face is nothing compared to the problems that the common people face. No, sir. It is just okay, release number of screens or any small. These problems will be always there, sir. Regarding movies execution and all, but you should not compare like these are all big problems. Common people are facing even more bigger problems. Yeah. நீங்க ஐடியில் இருந்தீங்க, அப்புறம் சினிமாக்கு வந்துட்டீங்க, அது பிரேக் த்ரூ இருந்தீங்க. உங்களோட அந்த கிராஃப்ட் மேலே டேலண்ட் மேலே ஒரு பெரிய நம்பிக்கை இருந்தது, ஒரு செல்ஃப் பிலீஃப் இருந்தது. அது நாம இங்கே இருக்கணும், நம்மளோட வரலாறு இங்கே இருக்கணும், அப்படி தோணுன ஒரு பர்சனல் மொமெண்ட் இருக்கு. Sir, I was just thinking of the previous answer that I gave. I have a very bad problem like this. Can you repeat the question? I didn't listen. சார், இப்போ யங்ஸ்டர்ஸ் இன்ஸ்பிரேஷன் ஆக ஒரு சிச்சுவேஷன் சொல்லுங்க சார். இப்போ நீங்க சினிமாவில் வரணும், ஒரு மார்க் போடணும், நாம சும்மா பிரதீபா இருந்தால் போதாது, பிரதீப் ஒரு பேர் உருவாக்கணும், ஒரு பிராண்ட் உருவாக்கணும் நினைச்சா ஒரு பர்சனல் மொமெண்ட் இருக்கும் சார். அது இப்போ okay, see, I wanted to become a very nice director when I started my journey. After that, when I wanted to become an actor, I thought like I have to create a mark for myself. That is always there. If I was a director, I should be one of the good directors. If I'm an actor, one of the good actors. That will be decided when I start the journey, sir, not in between. So I decided it way earlier. You established as a director before you doing acting, and now you are doing multiple film as an actor. So when you are working with another director, like നിങ്ങൾ ഒരു ഡയറക്ടറാണ്, അപ്പോൾ உங்களுக்கு ഒരു പെർസ്പെക്റ്റീവ് இருக்கும். ஸோ ആസ് എ ഡയറക്ടർ അവരുടെ ഏതാவது സജഷൻസ് ഇപ്പോൾ சொல்லி പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതൊരു മിസ്റ്റേക്ക് ആയിടും, அந்த மாதிரி സിറ്റുവേഷൻ വരില്ല. So how do you handle that? I'll say like this, sir. I have one idea. If it is nice, you can take it. If it is not nice, leave it. At last, it is your film. That is what I say, sir. So it is only before deciding the story, the decision is in my hands, sir. So I decided there if I have to work with this director, if I have to choose the story and all. Once if I decide, then I'll surrender myself to the director. It is all the decision will be his decisions. So if at all I have any suggestions, I'll give him, but it is totally up to him. If I give him 100 suggestions, he can reject all the 100 suggestions. அப்படி ഡ്രാഗണിൽ കൊടുത്ത എന്തെങ്കിലും ഒരു സജഷൻ പടത്തിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്നത്?
Dragon, we told we just did this. Yeah, it's a great thing. Yeah. And also you said in an interview like in the shooting script on the shoot like you shot the film with the smartphone. I think in the Poga you can do that like because the budget will increase when you do your next film as a director. So you do that or? I'll do that, sir, because I'm really scared. Without proper pre-production, I can't work. I don't feel much confident about myself directly going to the shooting spot without preparation. So I'll do as much preparation as possible. പ്രദീപ് സാർ, അതേപോലെ ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ ഒരു സ്റ്റാർ ആയി കഴിയുമ്പോൾ ഒരു മാർക്കറ്റ് വാല്യൂ വരുമ്പം കുറേ പ്രൊഡ്യൂസേഴ്സ് വരും, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ഷൻസ് വരും. ഞങ്ങളുടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ താങ്കളിപ്പോൾ ഒരു സ്റ്റാറാണ്. അപ്പം ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് താങ്കൾ കമ്മിറ്റ് ചെയ്യുന്നത്? ഒരു പ്രൊഡക്ഷൻ്റെ ബാനർ നെയിം നോക്കിയാണോ, ക്രൂ നോക്കിയാണോ, സ്റ്റോറി നോക്കിയാണോ? ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറിന് എങ്ങനെ വേണമെങ്കിലും ഡിസൈഡ് ചെയ്യുക. താങ്കൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? Like how I decide to choose the project. Yeah. No. Obviously, production matters. We should work with good production houses so that the film releases, or the film should not get stalled in between. So the production house does matter. So I'm been working with very good production houses. My first film was Wales International, and next is AGS. They both are one of the top most production houses in Tamil Nadu. Now I'm working with Maitri. They're one of the topmost production houses in Telugu. So I've been blessed in that way. And directors, I don't believe in experienced directors or big directors and all. If there is a good story and if I find skill in him, if I see some short film or anything that convinces me that he can execute the story that he has said, that is fine for me. Rest all I can back him, sir. I can give him a good cinematographer, we can bring a good producer, make his vision come true. That all we can do. So this is how I set up the project. Yeah. ഫാനാക്കി ഒരുപാട് മൊമെന്റുകളുണ്ട്. ഇപ്പം ലവ് ടുഡേയിലൊക്കെ ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഡ്രാഗണിലെ സന്ദർഭങ്ങളുണ്ട്. ഇപ്പം ലവ് ടുഡേയില് ഈ ആപ്പ് കണ്ട പേര് പറയുന്നത് മകൾ ടണ്ടൻ അതായത് ഫ്ലുവന്റ്, അതൊരു വലിയൊരു നിര പോലെ ഇങ്ങനെ പറയും. അത് തമിഴിന്റെ കൾച്ചറിന് ഭയങ്കര ഒരു ഹൈ മൊമെന്റ് കൊടുക്കുന്ന കാര്യമാണ്. അപ്പം അവിടുത്തെ വലിയ ആക്ടേഴ്സ് തൊട്ട് രജനീകാന്ത് തൊട്ടിട്ട് വിജയ് എല്ലാവരും ആ മൊമെന്റില്ല ഭയങ്കര സ്റ്റാർ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. മമിതയ്ക്ക് പേഴ്സണലി പ്രദീപ് രംഗനാഥന്റെ ഒരു സ്റ്റാർ മെറ്റീരിയൽ ഉണ്ടെന്ന് തോന്നിയ മൊമെന്റ് ആയിരുന്നു? ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഞാനത് പല സ്റ്റേജസിലും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് ഇപ്പം സാറിനോട് അഭിനയിക്കുമ്പം അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും നമ്മളൊരു സീൻ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതും ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതും സാർ എങ്ങനെയാണ് ഓഡിയൻസ് പെർസ്പെക്റ്റീവിലെല്ലാം കാണുന്നത് എന്നുള്ളതാണ്. അതായത് ആക്ട് ചെയ്യുമ്പോഴാണെങ്കിലും എന്തൊക്കെ അതിനകത്ത് ഡയലോഗ് വരുന്നു, എന്തൊക്കെ പരിപാടികൾ വേണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പലരെയും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് കൺവിൻസിങ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുക, അവരെങ്ങനെയാണ് അത് വിഷൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഹി തിങ്സ് ഫ്രം ആൻ ഓഡിയൻസ് പെർസ്പെക്റ്റീവ്. അതെനിക്ക് ഭയങ്കര ന്യൂ ആയിരുന്നു. ആൻഡ് അതായത് ഒരു വ്യക്തമായ ഒരു ധാരണയുണ്ട് ഏത് എങ്ങനെ എവിടെ കൊടുക്കണം, എന്താണ് പരിപാടി എന്നുള്ളത്. അപ്പോ അതെനിക്ക് എന്താ പറയാ, അതൊരു ഭയങ്കര സ്റ്റാർ മെറ്റീരിയൽ പരിപാടിയല്ലേ സത്യം പറഞ്ഞാൽ. കാരണം സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ടിങ് പരിപാടി മാത്രമല്ലാണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. വിത്ത് ഓഡിയൻസ് അവർ കണക്ട് ചെയ്യാൻ പറ്റണം. സോ ഐ ഫെൽ ദാറ്റ്. ഷൂട്ടിംഗ് സമയത്ത് കാണാൻ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുമ്പോ ഇദ്ദേഹം മാനറിസങ്ങളൊക്കെ ചെയ്തിട്ട് കൂടിയാണല്ലോ ആക്ട് ചെയ്യുന്നത്. അത് കാണുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് ഭയങ്കര എന്നിട്ട് ഇത് ആദ്യം കണ്ട ദിവസം ഫോൺ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ ആദ്യത്തെ ലൈക്ക് ഷൂട്ടിന്റെ കുറച്ച് നാളിൽ ഞാൻ കണ്ടത് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ ഇതിനകത്ത് എന്നുള്ള രീതിയിൽ ഞാൻ അത് ചോദിച്ചു പഠിച്ചു ഈ ഫോൺ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ. ഏകദേശം
എന്റെ അമ്മേ, ഇപ്പത് ഞാൻ ചെയ്താ ചിലപ്പോ അത് ഇതെങ്ങനെ താഴെ പോയി എന്നു പറയുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ പഠിച്ചെന്നാണ്, ഞാൻ അതിനകത്ത് എക്സ്പേർട്ട് ആണെന്നല്ല, ഒരിക്കലും അല്ല. നോക്കാം കേട്ടോ, നോക്കാം. കയ്യൊക്കെ വറച്ചു തുടങ്ങുന്നു. Come on, Mamita, you can. One of my favorite films is obviously Drishyam. I always wanted to do something like that, and now I watched Thudaru. It was amazing, and I wish the director personally, because that was great work by the director. So yeah. മമിത, പൂരം ബ്ലഡ് സോങ് റിലീസ് ആയതിനു ശേഷം എല്ലാവരും റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്, എല്ലാവരും പ്ലേലിസ്റ്റ് ആടാണ്. അതിൽ വീഡിയോ സോങ് ഷൂട്ട് ചെയ്തത് ഔട്ട്ഡോർ ആണ്, ഫുഡ് സിറ്റിയിലാണ്. അപ്പോൾ ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ അതും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇത്ര എനർജറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കിന്റെ ഒക്കെ നേരിട്ട് കാണുമ്പോൾ റിയാക്ഷൻ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എനിക്കത് പുതുമയുള്ള ഒരു കാര്യമല്ല. നമ്മളിപ്പം അതെ പ്രേമലൂരുണ്ട്, സൂപ്പർ ചെന്നൈയിലുണ്ട്. അന്നുണ്ടായതിനേക്കാളുള്ള റീച്ച് ഇപ്പം ഉണ്ടല്ലോ, ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാനാണ് അതിലും കൂടുതൽ എക്സ്പോഷർ ഉണ്ട്. അതെങ്ങനെ? അത് എന്താ പറയാ, ഇപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി കിട്ടിയിട്ടില്ല. എന്നാലും ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ട്രാഫിക്കിന്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്തു. അത് ഏർലി മോർണിംഗ് നമ്മളൊരു 5:30 ആയപ്പോഴത്തേനും ലൊക്കേഷനിലെത്തി. നമ്മൾ എല്ലാം സെറ്റായിട്ടാണ് റെഡി ആയിട്ട് ലൊക്കേഷനിൽ എത്തുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഡാൻസ് പരിപാടികളെല്ലാം ഓൾറെഡി പഠിച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുകയും ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും കറക്റ്റ് ഒരു 60 സെക്കൻഡോ സംതിങ് ആണ് ഈ റെഡ് ലൈറ്റ് കിട്ടുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓടിപ്പോയിട്ട് നേരെ പാട്ടിടുക ചെയ്യുക, 60 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും തിരിച്ച് ഓടിക്കണം. ഇങ്ങനെ ഒരു കുറെ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മാത്രമല്ല ക്രൗഡ് അധികമായിട്ട് വരാതെ, കാരണം ബാക്കി സെറ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെ പബ്ലിക്കിലുള്ള പരിപാടികളെല്ലാം മോസ്റ്റ്ലി ഞങ്ങൾ ചെയ്തത് ഏർലി മോർണിംഗ്സ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ്സ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ക്രൗഡഡ് അത്ര മൊമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ചിലരൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഡാൻസ് ചെയ്ത് അതിൽ ഏറ്റവും പാടുപെട്ടത് ആരോടൊപ്പം ഡാൻസ് ചെയ്തപ്പോഴാണ്? ആരോടൊപ്പം ഡാൻസ് ചെയ്തപ്പോഴാണ്? കോമൺ ക്വസ്റ്റ്യൻ ആണ്. Who was more powerful while dancing? അങ്ങനെയൊന്നുമില്ല. സാർ അടിപൊളിയായിട്ട് ചെയ്തു. സാറ് പ്രാക്ടീസ് ചെയ്ത് വല്ല സെറ്റപ്പാണ്, ലൈക്ക് ഭയങ്കര പ്രിപ്പയർഡ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവമേ എനിക്ക് പഠിക്കണം. കാരണം സാറ് പഠിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് സാറിൽ നിന്നാണ് ഓക്കെ നമുക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യണം. സാർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. സോ മറ്റേ സാറിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏത് ഷോട്ടിലും തൂക്കും. അപ്പം തൂക്കാൻ പറ്റിയില്ലെങ്കിലും 30-30 പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. മമത, മമത ഇപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും നമ്മുടെ കരിയറിൽ എപ്പോഴും മറ്റുള്ളൊരു ക്യാരക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് വിചാരിച്ചായിരിക്കും ഓരോ ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നത്. ചിലത് നോട്ടബിൾ ആവും, ചിലത് നോട്ടബിൾ ആവത്തില്ല. ഇപ്പം താങ്കളുടെ കരിയർ നോക്കുമ്പോൾ നോട്ടബിൾ ആവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് താങ്കളുടെ കഥയിലെ കഥാപാത്രങ്ങൾ എന്നെ ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്ക് കഥാപാത്രം എത്തിക്കണം, എൻ്റെ സിഗ്നേച്ചർ ആയിരിക്കണം എന്തുണ്ടാവുമല്ലോ, എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത്? ഇതുപോലെ തന്നെയാണ് സാർ. ഇപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴത്തേനും ആ കഥ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ കഥ ആൾക്കാരിലേക്ക് എത്തുന്ന രീതി എങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതിനകത്ത് പോർട്രേ ചെയ്തിരിക്കുന്നത്, അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, അതെനിക്ക് നല്ല രീതിയിൽ അതിനോട് ജെനുവിൻലി നമുക്കത് എന്താ ഫുൾ ജസ്റ്റിസോടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക. അപ്പം
ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനത്തെ പോർട്രേ ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുകയും മാത്രമേ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ കുറെ വരുന്നുണ്ട്. നോർമലി ഇപ്പൊ പല ആക്ടേഴ്സിന് വരുമ്പോ ആദ്യമായിട്ട് വരുന്ന ഒരു ഒരെണ്ണം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്യൂട്ട് ബബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ വന്നു പോകുന്നത്. പക്ഷെ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതേപോലത്തെ ക്യാരക്ടേഴ്സ് വരണം. മമതയെ നോക്കുമ്പോൾ ചെയ്തിട്ടുള്ള ആദ്യ സെറ്റ് പാറ്റേൺ അങ്ങനെയാണെങ്കിൽ പിന്നീട് അത് മാറി വരുന്നുണ്ട്. എത്രത്തോളം ടഫായിരുന്നു അത് ബ്രേക്ക് ചെയ്യാനായിട്ട്? അത് ബ്രേക്ക് അങ്ങനെ ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ പ്രേമലു ആണെന്ന് പറയാം. കാരണം പ്രേമലു ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടർ ആയത് കാരണം അത് ഈ പറഞ്ഞ പോലെ ഹിറ്റായി. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് വന്ന മലയാള പടങ്ങൾ ഏറെ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഈ റീനു ആയിട്ട് കുറേ തരത്തില് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു എനിക്ക് വന്നോട്ടുണ്ട്. അപ്പോൾ അത് അവിടെ മാത്രമാണ് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് മാറ്റിയത്. ബാക്കി ഇപ്പൊ സൂപ്പർ സ്റ്റാറിന് കഴിഞ്ഞിട്ട് വന്നതൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ആണ്, നല്ല സിനിമകളുടെ ഭാഗമാണ്. അല്ലാതെ ഒരു എന്താ പറയാ ടൈപ്പോ ആയി പോവുക അങ്ങനെയുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് അത്രയും വിസിബിലിറ്റി അത്രയും റെക്കഗ്നിഷൻ ആയി കഴിയുമ്പോഴത്തേനും ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് കാണാൻ തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവും നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ. അപ്പോൾ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. അതുവരെ ഐ വാസ് ലൈക്ക് നല്ല പടത്തിന്റെ ഭാഗമാണെന്ന് മാത്രം ഉണ്ടാകുള്ളൂ. ഇപ്പം ക്യാരക്ടേഴ്സിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആണ്. Naveen, my constant support here. Thank you so much. Thank you so much. And one more thing I would like to add, that the director of the film has sent a message to Pradeep. Yeah, he wanted to thank you all. Thank you all for the support. Yeah. Thank you so much. മാത്രമല്ല ഈ നാളെ റിലീസാവും. അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടിട്ട് പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തോ അയ്യോ ഇവിടെയോ? അതിലിവര് ആരും തന്നെ പ്രിപ്പയർഡും അല്ല. വരുന്നുണ്ട്. അതിനുള്ള സ്റ്റേജ് ഓൾറെഡി പ്രിപ്പയർഡ് ആണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. സോ കോളേജിൽ എന്തോ അടുത്ത് ഈ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ പോകുന്നുണ്ട്. നമ്മൾ UC കോളേജിൽ അവിടെ ഒരു ഡാൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായി. അപ്പൊ അവിടെ നോക്കാം. എന്തോ പൊളിക്കണം നോക്കാം.